നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കര. അടുത്തിടെ നടൻ രാമുവിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. ഇവിടെ വെച്ച് ദിലീപിനും ഭാര്യയും നടിയുമായ കാവ്യ മാധവനും ഒപ്പം സുരേഷ് ഗോപി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. തന്റെ യൂട്യൂബ് ചാനൽ ന്യൂസ് ഗ്ലോബൽ ബൈജു കൊട്ടാരക്കര പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷ് ഗോപി നടി കാവ്യ മാധവനെ തലോലിക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. തൊട്ടടുത്ത് നടി ആക്രമിച്ച കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. നിങ്ങൾ ആശ്വസിപ്പിച്ചോളൂ. പക്ഷേ ചില കാര്യങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കാനുണ്ട്. 2017 ഒരു രാത്രി നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടി നടു റോഡിൽ മാനഭംഗപ്പെടുത്തിയിട്ട് സംവിധായകൻ ലാലിന്റെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചപ്പോഴും അന്ന് രാത്രി തന്നെ തോമസ് ആൻഡോയ്ക്കൊക്കെ ഇടപെട്ട് ഇതേ വലിയ പോലീസ് കേസായി വലിയ വിഷയമായപ്പോഴും കേരളത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നപ്പോഴും നിങ്ങളോ നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന താരസംഘടന മിണ്ടാതിരുന്നു. ഒടുവിൽ സമ്മർദ്ദം സഹിക്കാതെ ഒരു പ്രതിഷേധ യോഗം വിളിച്ചു ചേർത്തു. അതിൽ കുഞ്ഞാടിനെ പോലെ പ്രസംഗിച്ച ദിലീപ് പിന്നീട് അറസ്റ്റാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ദേവൻ പറയുന്ന കേട്ടു: മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രധാന വിഷയം അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കണോ വേണ്ടയോ എന്നതായിരുന്നുവെന്ന്. മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ മുഖം മ്ലാനമായിരുന്നു. ചിലർ ദിലീപിനെ പുറത്താക്കണമെന്ന് വാദിച്ചു. അങ്ങനെ ദിലീപിനെ പുറത്താക്കിയത് കഷ്ടമായി പോയത്. ഈ ദേവനൊക്കെ അമ്മയുടെ പ്രസിഡന്റ് ആയി വന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്രസിഡന്റായി ശ്വേതയും വലിയ മെച്ചമൊന്നുമില്ല. ആക്രമിക്കപ്പെട്ട നടിയെ അധിക്ഷേപിച്ച ആളാണ് ശ്വേതാ മേനോൻ. അന്നും ഇന്നും ഇരയായ പെൺകുട്ടിയുടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാത്ത ആളാണ് സുരേഷ് ഗോപി. പെൺകുട്ടിയുടെ മാനം അടങ്ങുന്ന മെമ്മറി കാർഡ് 3 കോടതിയിൽ നിന്ന് വെളിയിൽ നിന്ന് പോയിട്ട് നിങ്ങൾ മിണ്ടിയോ? ഇതുവരെയും നിങ്ങൾ വാ തുറന്നില്ല. ആ കുട്ടിയൊന്ന് ആശ്വസിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് എന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം നിങ്ങൾ ഉള്ളിലുള്ളത് കപട സ്നേഹം മാത്രമാണ്. നിങ്ങളൊക്കെ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പാക്കാനുള്ള ആളുകൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത്.